ഉണ്ടായിരുന്നെങ്കിൽ, ഇതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, ഇതിൽ ആരെങ്കിലും ഒന്നുമില്ലെങ്കിൽ ആ ടിനി ടോമൻസ്, ജോയ് വർഗീസ് എങ്കിലും അതിനെ കുറിച്ച് ചോദ്യം ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ഇട്ടേനെ അവിടെ. എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ചോദിച്ചിട്ട്. കാരണം അവർ കുക്കുവിന് എതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അവർ ആ ക്വസ്റ്റ്യൻ ഇട്ടേനെ. അത് പ്രസിഡന്റ് അറിയിച്ചു. അതെ, അറിയിച്ചു. എന്നോട് പോകാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ചോദിച്ചു, ഞാൻ അറിയിച്ചിട്ടുണ്ട്. പുറത്തല്ലായിരുന്നു പറയേണ്ടത്, ഇതിന്റെ ഉള്ളിലായിരുന്നു അത് തീർക്കേണ്ടത്. അതുൽ എന്താ പറഞ്ഞത് മനസ്സിലാക്കാത്തത്? ഒന്നുമില്ലെങ്കിൽ എനിക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ് ആ പെണ്ണ് എന്റെ തെറി വിളിച്ചിട്ട് ഞാനിത് പുറത്ത് പറയാഞ്ഞത്? കാരണം ഇതിനകത്ത് തീർത്തില്ലെങ്കിലാണ് നമ്മൾ പുറത്തു പോകേണ്ടത്. അപ്പൊ നമുക്ക് പറയാൻ ന്യായമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഉണ്ണീഷ് ശിവപാലിന്റെ ഭാഗത്തുനിന്ന് എനിക്ക് മോശമായ അനുഭവമാണ് ഞാൻ നീനവാടത്തോട് പറഞ്ഞിട്ടില്ലേ? അതെ, പക്ഷെ അത് ചീത്ത രീതിയിലുള്ള അനുഭവം എന്ന് പറഞ്ഞില്ല. എന്നിട്ട് അയാളെ കരയിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മ അസോസിയേഷൻ എന്ന് പറയുന്ന ആ സംഘടനയുടെ പേര് മാറ്റി, അമ്മ അസോസിയേഷൻ മാറ്റി മാമ അസോസിയേഷൻ എന്നിടുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ അനുയോജ്യം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഈ സ്ത്രീകളെയും അല്ലെങ്കിൽ അഭിനേതാക്കളെയും മൊത്തത്തിൽ സംരക്ഷിക്കാനായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ അസോസിയേഷനിൽ നിന്നാണ് ഏറ്റവും അധികം വൃത്തികേടുകളും ഏറ്റവും അധികം പരാതികളും ഉയരുന്നത്. ഇവിടെ അതിനെയൊക്കെ ന്യായീകരിക്കാനും സ്ത്രീകളെ തന്നെ തള്ളിപ്പറയാനും സ്ത്രീകൾ തന്നെ സഹിക്കണം, സ്ത്രീകൾ തന്നെ അടങ്ങി ഒതുങ്ങി അച്ചടക്കത്തോടെ ജീവിക്കണം, ശരീരത്ത് തൊട്ടാലും കർണത്തടിച്ചാലും വീട്ടിലുള്ളവരെ വിളിച്ചാലും ഒക്കെ പച്ചപുച്ച മടക്കി ഇങ്ങനെ കേൾക്കണമെന്നൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്ന നീന കുറുപ്പിനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് മണ്ടന്മാരുടെ ഒരു സംഘടനയാണോ, മാമമാരുടെ ഒരു സംഘടനയാണോ, അതോ ആർക്കും വേണ്ടാത്ത ഏതോ അവിടെയും ഇവിടെയും കിടക്കുന്ന പൊട്ടിപ്പാളീസായി പോയ സിനിമകളിൽ ഒന്നോ രണ്ടോ സീനുകളിൽ തല കാണിച്ച കുറെ ആൾക്കാരുടെ ഒരു സംഘടനയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുക്കു പരമേശ്വരനൊക്കെയാണ് ഇതിന്റെ തലപ്പത്തിരിക്കുന്നത്. കുക്കു അഭിനയിച്ച ഒരു സിനിമ പോലും മലയാളിയായ ഞാൻ കണ്ടിട്ടില്ല. ഇനി അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് എത്രയോ വർഷങ്ങൾക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ബാലതാരമായിട്ട് ഏതാണ്ട് അഭിനയിച്ചതെന്ന് തോന്നുന്നു. ആ ഒറ്റ സിനിമയുടെ പേരിൽ പോയി അസോസിയേഷനിൽ മെമ്പർഷിപ്പ് എടുക്കുന്നു, പിന്നെ അവിടെ അങ്ങോട്ട് ഭരണമാണ്. അല്ലാതെ പിന്നെ സിനിമയിലോട്ട് തിരിച്ചു പോകണമെന്നോ നല്ല നല്ല റോളുകൾ ചെയ്യണമെന്നൊന്നും ഇവർക്കില്ല. അവിടെയുള്ള ആൾക്കാരെ ഭരിച്ച് അവിടെയുള്ള സ്ത്രീകളെ മോശമായി നശിപ്പിച്ച് അവരുടെ ശരീരവും അവരുടെ മാനസികാരോഗ്യവും ഒക്കെ തകർത്ത് ഇങ്ങനെ പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് കിടപിടിച്ച് നടക്കുക. അമ്മ അസോസിയേഷനിലെ ഇപ്പോഴത്തെ ട്രഷററാണ് നമ്മൾ സംസാരിക്കുന്ന മഹാനായ ഉണ്ണീഷ് ശിവപാൽ. അദ്ദേഹത്തിന്റെ കാമകേളികളെ കുറിച്ച്, അദ്ദേഹത്തിന്റെ മാനസിക വൈകൃതങ്ങളെ കുറിച്ചൊക്കെ തുറന്നു പറയുന്ന അമ്മ അസോസിയേഷനിലെ അല്ലെങ്കിൽ അമ്മ ഓഫീസിലെ മാനേജർ ആയിട്ടുള്ള അതുല്യയുടെയും നീന കുറുപ്പിന്റെയും സംഭാഷണമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇതിന്റെ വളരെ വലിയ പ്രശസ്ത ഭാഗങ്ങൾ കൂടെ ഈ വീഡിയോയിൽ തന്നെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജനറൽ സെക്രട്ടറിക്ക് 1.5 മാസം മുമ്പേ കിട്ടിയ ഒരു കത്തിന് മറുപടിയോ അത് അന്വേഷിക്കാനോ പറ്റാത്ത ഒരാള്, കമ്മിറ്റി മെമ്പേഴ്സ് പോലും അറിയാതെ ഇത് ഹൈഡ് ചെയ്ത് വെച്ചിരുന്ന ഒരു സെക്രട്ടറി എന്നെ ടെർമിനേറ്റ് ചെയ്തപ്പോഴാണ് ഇത് എന്റെ വായിന്ന് പുറത്തു വരുന്നത് ആണല്ലോ. ഞാനത് മെമ്പേഴ്സിനോട് പോലും, അതായത് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിന് പോലും പേഴ്സണലി ഞാൻ ഈ ലെറ്റർ അയച്ചു തരുന്നത് എന്നെ പുറത്താക്കിയതിന് ശേഷമാണ്. പുറത്ത് നിൽക്കുന്ന എനിക്ക് ഇനി എന്തൊക്കെ പറയാമെന്നുള്ളത് എന്തും പറയാലോ. ഇപ്പൊ എടുപ്പ് എടുക്കാതിരിക്കുന്നതൊക്കെ അവരുടെ കാര്യം, നമുക്ക് നോക്കാം പുറകെ. ഇതിന്റെ പേരിൽ എന്തുണ്ടായാലും അത് ഫേസ് ചെയ്യണം. ഇതിന്റെ പേരിൽ എന്തുണ്ടാവാനാണ്? അതായത് കുക്കു പരമേശ്വരൻ അവിടുത്തെ ട്രഷററായ ഉണ്ണീഷ് ശിവപാലിനെ ഇങ്ങനെ താലോലിച്ച് ഉള്ളം കയ്യിൽ കൊണ്ടു നടക്കുന്നത് പോലെ തന്നെ കൊണ്ടു നടക്കാൻ അതുല്യോടും ആവശ്യപ്പെടുന്നു. അങ്ങനെ നാട്ടിലുള്ള പെണ്ണുങ്ങൾക്കൊന്നും ഇയാളെ ഉള്ളം കൈ കൊണ്ടു നടക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇയാളുടെ കൊള്ളരുതായ്മകൾക്കൊന്നും കൂട്ടു നിൽക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അതുല്യനെ വളരെ നിസ്സാരമായിട്ട് ഇങ്ങനെ പൂച്ചനെയും പട്ടിനെയൊക്കെ എടുത്തു കളയുന്ന ലാഘവത്തോടെ ഒരു ടെർമിനേഷൻ ലെറ്റർ കൊടുത്ത് ഒഴിവാക്കാൻ നോക്കിയിരിക്കുകയാണ് സെക്രട്ടറി ആയിട്ടുള്ള ദ ഗ്രേറ്റ് കുക്കു പരമേശ്വരൻ. അതിനെതിരെ പുറത്തു വന്ന് മീഡിയകളോടും അല്ലെങ്കിൽ അതിനുള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അതിനുള്ളിൽ തനിക്ക് നേരിടേണ്ടി വന്ന പീഡനങ്ങളും ഒക്കെ തുറന്നു പറഞ്ഞ അതുല്യനെ കൺവിൻസ് ചെയ്ത് തന്റെ വശത്താക്കാൻ നോക്കുന്ന നീന കുറുപ്പിനെയാണ് നമുക്ക് പോകെ പോകെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. തയ്യാറായി തന്നെ ഞാൻ നിൽക്കുന്നത്. മോളെ, നമ്മൾ എപ്പോഴും വിക്ടിമാണ് കളിക്കേണ്ടത്. നമ്മൾ ഒഫൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്ട്രോങ് ആയി പീപ്പിൾ വിൽ നോട്ട് സപ്പോർട്ട് യു. നമ്മൾ അതേപോലെ എന്നെ അവർ വിക്ടിമൈസ് ചെയ്തു എന്നതിൽ ഇതൊരു സ്ത്രീയാണോ? ഇവർക്ക് ഇതൊരു മൃഗീയമായ സ്ത്രീയാണ്. ഇവർ പറയുന്നത് കേട്ടില്ലേ, മോളെ നമ്മൾ വിക്ടിമാണ് സഹിക്കേണ്ടത്. വിക്ടിം ആയിട്ടുള്ള ഇരകളായിട്ടുള്ള ഒരു പെൺകുട്ടിയോട് പിന്നെയും പിന്നെയും സഹിക്കാനും ഇങ്ങനെ ഒതുങ്ങി ജീവിക്കാനും പറഞ്ഞു പഠിപ്പിക്കുന്ന മറ്റൊരു സ്ത്രീനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇവരെയൊക്കെ സ്ത്രീ എന്ന് വിളിക്കേണ്ടി വരുന്ന നമ്മുടെ ഗതികേട്. മോളെ, വിക്ടിം ആയിട്ടുള്ള നമ്മളാണ് സഹിക്കേണ്ടത്. എത്ര തന്മയത്വത്തോടെ എത്ര വിനയത്തോടെയാണ് അതുല്യനെ വശത്താക്കാനായിട്ട് ഇവർ ശ്രമിക്കുന്നത്. പുറത്തു വന്ന് 4 പേരോട് അതിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നീന കുറുപ്പിന്റെ തൊലി അങ്ങ് ഉരിഞ്ഞു പോയോ? അല്ലെങ്കിൽ അമ്മ അസോസിയേഷന്റെ
മുഖം മൂടി അഴിഞ്ഞു വിടുമെന്ന് പേടിച്ചു പോയോ? ഇത് ആദ്യത്തെ സംഭവമൊന്നും അല്ലല്ലോ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോടുകൂടി അതിനകത്തുള്ള ഒട്ടുമിക്ക ആൾക്കാരുടെ മുഖംമൂടി അഴിഞ്ഞു വീണതാണ്. കപട മുഖം നാട്ടുകാർക്കെല്ലാം അറിഞ്ഞതാണ്. ഇനി അത് സംരക്ഷിക്കാൻ വേണ്ടി നീനാകുറുപ്പ് ഒരു നല്ല വ്യക്തിയുടെ അല്ലെങ്കിൽ സ്ത്രീ സപ്പോർട്ടർ എന്നുള്ള ഒരു കുപ്പായം ഒന്നും എടുത്ത് അണിഞ്ഞുകൊണ്ട് വരണമെന്നില്ല. നിങ്ങളുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ അറപ്പ് തോന്നുകയാണ്. വിക്റ്റിമായിട്ടുള്ള ആൾക്കാരോട് സഹിക്കാൻ പറയുന്ന മറ്റൊരു സ്ത്രീ. എന്ത് ക്രൂരയാണ് ഇവരെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. തുല്യ, ഇത് രണ്ട് രീതിയിൽ നമുക്ക് നോക്കാം. ഞാൻ ഈ പറയുന്നത് അതുല്യനെ മോശമാക്കാനോ കുക്കുവിനെ സപ്പോർട്ട് ചെയ്യാനോ കുക്കുവിനെ മോശമാക്കിയിട്ട് അതുല്യനെ സപ്പോർട്ട് ചെയ്യാനോ ഒന്നുമല്ല. ഞാൻ ഐ എം തിങ്കിങ് ഒരു ബയാസ്ഡ് അല്ലാതെ ചില പക്ഷപാതം ഇല്ലാതെ ഞാൻ പറയാണ്. ഇത് രണ്ട് രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന് ഇപ്പൊ എന്നോട് ഒരു മെമ്പർ ഒക്കെ അതാരാന്ന് ഞാൻ പറയുന്നില്ല, കാരണം എന്താണ് അതുല്യക്ക് നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ്. എന്നെ വിളിച്ച് ചോദിച്ചത്, ഇവരിതൊക്കെ പിണങ്ങിയപ്പോ മാത്രം പറഞ്ഞെങ്കിൽ അതിന്റെ അർത്ഥം ഇവർ പിണങ്ങാതെ കുക്കു അവരെ നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നെങ്കിൽ അവർ ഇത് ഒരിക്കലും പറയില്ല എന്നല്ലേ അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചത് ഒരു വളരെ ന്യായമായ ചോദ്യമാണ്. നമ്മൾ പിണങ്ങുമ്പോഴല്ല നമ്മൾ സത്യങ്ങൾ പറയേണ്ടത്. നമ്മൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ ശരിയല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ അപ്പോൾ അവിടെ ആയിരുന്നു പറയേണ്ടിരുന്നത്. അങ്ങനെ ആ അയച്ച കത്ത് ജനറൽ സെക്രട്ടറി റിയാക്ട് ചെയ്തില്ലെങ്കിൽ അവിടെ നടന്ന ഓരോ കാര്യങ്ങളും പറയേണ്ട സമയത്ത് ഒഫീഷ്യലി തന്നെ ഇവരെയൊക്കെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഉണ്ണി ശിവപാലിന്റെ ഭാഗത്തുനിന്ന് എനിക്ക് മോശമായ അനുഭവമാണെന്ന് ഞാൻ നീന മാഡത്തോട് പറഞ്ഞിട്ടില്ലേ? അതെ, പക്ഷെ അത് ചീത്ത രീതിയിലുള്ള അനുഭവം എന്ന് പറഞ്ഞിട്ടില്ല. ഈ പറയുന്ന സത്യഭാമയോട് എനിക്ക് അവിടെ ബുദ്ധിമുട്ടാണ്, ഉണ്ണി ശിവപാലിന്റെ ഭാഗത്തുനിന്ന് മോശം അനുഭവമാണ് ഉണ്ടായേക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഈ പറയുന്ന സത്യഭാമ ഒന്നും ചെയ്തില്ല. എന്നിട്ട് ഇപ്പോൾ വന്ന് ഉപദേശിക്കാൻ വന്നിരിക്കുകയാണ്. അതുല്യക്ക് മാനസികമായും ശാരീരികമായും അവിടെ ജോലി ചെയ്യാൻ പലവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് നീനാകുറുപ്പിനോട് തുറന്നു പറഞ്ഞിട്ട് അന്നൊന്നും പ്രതികരിക്കാതെ ഇപ്പോൾ അത് 4 പേരുടെ മുമ്പിൽ അതുല്യ തുറന്നു പറഞ്ഞതിന് ശേഷം നീനാകുറുപ്പ് മറ്റേ വെള്ളക്കൊടിയും എടുത്തോണ്ട് വന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നാണമില്ലേ നീനാകുറുപ്പ്? നാണം. ഏതോ 5ഓ 10ഓ സിനിമയിൽ എവിടെയൊക്കെയോ തല കാണിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക്, ഞാൻ പറയുന്നത് കേൾക്കും മോളെ എന്നൊക്കെ പറയാനും, അല്ലെങ്കിൽ വിക്ടിം കാർഡ് അല്ലെങ്കിൽ വിക്ടിമായിട്ടുള്ള ആൾക്കാർ സഹിക്കണം മോളെ എന്നൊക്കെ പറയാനും ഒക്കെ ഉള്ള തൊലിക്കട്ടിയും നാണമില്ലായ്മയും ഉളുപ്പില്ലായ്മയും ഒക്കെ ഇങ്ങനെ കൊണ്ടു നടക്കാൻ ഇതാ പൊന്നോ സമ്മതിക്കണം. എന്നിട്ട് ഇത്രയും അയാളെ കരയിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ വരെ ഞാൻ അതൊക്കെ പറഞ്ഞത്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അപ്പുറത്ത് ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞോ പുറത്തു പോയി പറയാം? ഞാൻ എന്താ പറഞ്ഞത്? മെയിൽ അയക്കൂ, എല്ലാവരും അറിയിക്കൂ. അകത്തുനിന്ന് എനിക്ക് എന്ത് ഇതാണ് കിട്ടിയിട്ടുള്ളത്? നിങ്ങൾ എല്ലാവരും യു സെൻഡ് എ ലെറ്റർ ടു ദ ജനറൽ സെക്രട്ടറി ആൻഡ് പ്രസിഡന്റ്. എടോ തന്റെയൊക്കെ ചെവിക്കാത്ത എന്തു അതല്ലേ ആ പെൺകുറിച്ച് പറഞ്ഞത്? ഓൾറെഡി ജനറൽ സെക്രട്ടറിയോട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, ജനറൽ സെക്രട്ടറിയോട് പരാതി പറഞ്ഞിട്ടുണ്ട്, പ്രസിഡന്റായ ശ്വേതാ മേനോനെയും ബുദ്ധിമുട്ടുകൾ അറിയിച്ചിട്ടുണ്ട്. എന്നിട്ടൊന്നും പരിഹാരം ഉണ്ടാകാത്തപ്പോഴാണ്, അല്ലെങ്കിൽ ഒരു ടെർമിനേഷൻ ഉണ്ടായപ്പോഴാണ് പുറത്തു വന്ന് ഇതെല്ലാം നാട്ടുകാരോട് പറയേണ്ടതായിട്ട് വന്നത്. ഇപ്പോഴും നീനാകുറുപ്പ് പറയുന്നത് അവിടെയുള്ള എല്ലാ മെമ്പർമാർക്കും എല്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും പേഴ്സണൽ ആയിട്ട് ഒരു മെയിൽ അയക്കണമെന്ന്. അതായത് ആരെയൊക്കെ ബോധിപ്പിച്ചാലാണ് ഒരു കമ്മിറ്റിയിൽ നിങ്ങൾ അവരൊരു പരാതി എടുക്കുക? ഒരു പരാതി പറയണമെങ്കിൽ ആ സ്ഥലപ്പത്തിരിക്കുന്ന ആരോടെങ്കിലും 1ഓ 2ഓ ആൾക്കാർക്കല്ലേ നമ്മൾ ലെറ്റർ അയക്കുള്ളൂ. അവിടെയുള്ള എല്ലാവർക്കും ലെറ്റർ അയച്ച് എല്ലാരെയും കൺവിൻസ് ചെയ്ത് എല്ലാരോടും തന്റെ കഥ തുറന്നു പറഞ്ഞാൽ മാത്രമാണോ അതുല്യയുടെ പരാതി നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ? വെറുതെ തടി തപ്പാൻ വേണ്ടി, തടി ഊരാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഉള്ളും കയ്യിൽ കൊണ്ടു നടക്കുന്ന ഉണ്ണി ശിവപാലിനെ സംരക്ഷിക്കാൻ വേണ്ടി മറ്റൊരു സ്ത്രീയുടെ മുമ്പിൽ ഇതുപോലെ തരം താണ് പോകല്ലേ നീനാകുറുപ്പെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളൂ. ഇന്ന് നമുക്ക് എല്ലാവർക്കും കോപ്പി അയച്ച പോലെ അന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു കോപ്പി അയച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിന് അന്ന് ഒരു തീരുമാനം എടുക്കുമായിരുന്നു. പിന്നെ കോപ്പി അയച്ചായിരുന്നെങ്കിൽ ഇപ്പൊ നീനാകുറുപ്പും സംഘവും കൂടി അങ്ങ് പൊളിച്ചെഴുതിയേനെ. അമ്മ സംഘടനയുടെ ഫ്യൂച്ചർ, അല്ലെങ്കിൽ അമ്മ സംഘടനയിലെ ഉണ്ണി ശിവപാലിനെ എടുത്തങ്ങ് മാറ്റിയേനെ. നിങ്ങൾക്കൊക്കെ അതിന് കഴിവുണ്ടായിരുന്നെങ്കിൽ ഇത്രയും നാറിയ പേരുകൾ, ഇത്രയും നാണം കെട്ട മാമ അസോസിയേഷൻ എന്നുള്ള പേരുകൾ പോലും അമ്മയ്ക്ക് വന്നു ചേരില്ലായിരുന്നല്ലോ. അമ്മ എന്ന് പറയുന്ന അത്രയും മഹത്തായ ഒരു പദം കൊണ്ട് ഒരു അസോസിയേഷന് കൊണ്ട് വയ്ക്കുക, എന്നിട്ട് അതിനൊട്ടും ചേരാത്ത വൃത്തികേടുകൾ അതിനകത്ത് കാട്ടിക്കൂട്ടുക. ആ വൃത്തികേടുകൾ ആരെങ്കിലും പുറത്തു വന്ന് പറഞ്ഞാൽ പിന്നെ അവരെ കൺവിൻസ് ചെയ്ത് കൂടെ നിർത്താനായിട്ടുള്ള ശ്രമം നടത്തുക. ഇതെല്ലാം സ്ത്രീകൾ തന്നെയാണ് ചെയ്യുന്നതെന്ന് ഓർക്കുമ്പോഴാണ് കുറേയും കൂടെ കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത്. മോൾ അത് ചെയ്തില്ല. അന്നായിരുന്നു ഇത് ചെയ്യേണ്ടത്. ഇന്ന് അയച്ച് അവിടുന്ന് വിട്ടതിന് ശേഷം ചെയ്തതിന് പകരം അന്ന് എല്ലാവർക്കും ഇത് അയച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും മാനേജിംഗ് പ്രസിഡന്റ് എനിക്ക് വാക്ക് തന്നതാണ് ഈസിയിൽ സംസാരിക്കാമെന്ന്. അതിനെ കണ്ടിച്ചുകൊണ്ട് ഞാൻ എന്തിനു മറ്റുള്ളവർക്ക് അയക്കണം?
പ്രസിഡന്റ് വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഈസിയിൽ സംസാരിക്കാൻ അതിനുശേഷം ഈസി ഉണ്ടായിട്ടുണ്ടാവില്ല. എന്തുകൊണ്ടാ ഉണ്ടാവാത്തത്? ഉണ്ടാവാൻ പോവില്ല, കാരണം ഉണ്ടായാൽ ഇത് സംസാരിക്കണ്ടേ, അതുകൊണ്ട് ഈസി ഉണ്ടാവില്ല. അവരുടെ തൽപര കക്ഷികൾക്ക് അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ള ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രശ്നപരിഹാരങ്ങളോ വേണ്ടി വന്നാലാണ് ഇതുപോലുള്ള കമ്മിറ്റി കൂടലും ഈസിയൊക്കെ അവർ പെട്ടെന്ന് എന്താ പറയാ എമർജൻസി സിറ്റുവേഷൻ ആണെന്നും പറഞ്ഞ് വിളിച്ചു കൂട്ടുള്ളൂ. താനെ പോലെ അതുല്യനെ പോലെയുള്ള ഒരു സാധാരണക്കാരിക്ക് എത്ര പ്രശ്നം വന്നാലും അവർ വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഉണ്ണി ശിവപാലിന്റെ കൂടെ നിൽക്കുള്ളൂ. എന്നിട്ട് ഇപ്പൊ വന്നിരുന്ന എനിക്ക് അയച്ചായിരുന്നെങ്കിൽ ഞാൻ അങ്ങ് മലത്തിയേനെ എന്ന് പറയുന്ന നീനാക്കുറുപ്പേ, പച്ചക്കള്ളമാണ് നിങ്ങൾ പറയുന്നതെന്നും നിങ്ങൾ വെള്ള പൂശാൻ ശ്രമിക്കുകയാണെന്നും ഇനിയും വാ തുറന്ന് നാട്ടുകാരുടെ മുമ്പിൽ അമ്മ അസോസിയേഷൻ നാറ്റിക്കരുതേ എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നതെന്നും ഇത് കേൾക്കുന്ന നാട്ടുകാർക്ക് എല്ലാം മനസ്സിലാവും. നമ്മളും അരിയാഹാരമാണ് കഴിക്കുന്നത്. അതെന്താണെങ്കിലും ഉണ്ടാവുമല്ലോ. ഈസി വെക്കാത്തത് ഞാൻ അവരെന്നെ അടുത്ത് പോകുന്നില്ലേ എത്ര തവണ ചോദിച്ചു. ക്യാമറ ചെക്ക് ചെയ്യട്ടെ ചോദിച്ചോ ഇല്ലയോ എന്നുള്ളത്. അത് പ്രസിഡന്റ് അറിയിച്ചോ? അതെ അറിയിച്ചു. എന്നോട് പോകാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് ഇങ്ങനെ ചോദിച്ചു എന്ന് ഞാൻ അറിയിച്ചിട്ടുണ്ട്. ഈസി ആവട്ടെ എന്ന് തന്നെയാണ് എനിക്ക് കിട്ടുന്ന മറുപടി. അങ്ങനെ ഈസിയിലല്ലേ ചോദിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതൊരു പ്രശ്നം നമ്മുടെ ഇടയിൽ ആക്കേണ്ടിയിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, ഞങ്ങൾക്ക് എല്ലാവർക്കും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിൽ ആരെങ്കിലും ഒന്നുമില്ലെങ്കിൽ ആ ടിനി ടോമേൻ സിജോയ് വർഗീസ് എങ്കിലും അതിനെ കുറിച്ച് ചോദ്യം ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ഇട്ടേനെ അവിടെ. ഒന്നുമില്ലെങ്കിലും ടിനി ടോം എന്ന് പറയാൻ, ടിനി ടോം അത്ര താഴ്ന്ന ഇടയിൽ കിടക്കുന്ന ഒരാളാണോ? അത്രയും തരം താഴ്ന്ന ഒരാളാണോ? ഒന്നുമില്ലെങ്കിൽ ടിനി ടോം എങ്കിലും ചോദിച്ചാനെന്ന് പറയാം. നിങ്ങളൊക്കെ വലിയ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഹൈ ലെവലിൽ നിൽക്കുന്ന ആൾക്കാർ, ടിനി ടോമിനെ പോലെ ഉള്ള ആൾക്കാരൊക്കെ വളരെ ലോ ലെവലിൽ കിടക്കുന്ന ആൾക്കാർ. ഒന്നുമില്ല അയാളെങ്കിലും ചോദിച്ചാനെ എന്ന് പറയുന്നതിൽ തന്നെ മനസ്സിലാകാം ഇപ്പൊ പോലും ഈ പരാതിയുടെയും ഈ കുട്ടി അനുഭവിച്ച വിഷമങ്ങളുടെയും ഒരു ആഴം ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളത്. ചോദിച്ചിട്ട് കാരണം അവർ കുക്കുവിനെ എതിരായിട്ടാണ് പ്രവർത്തിക്കുള്ളൂ. അവർ ആ ക്വസ്റ്റ്യൻ ഇട്ടേനെ. അപ്പൊ പ്രശ്നത്തിന്റെ ആഴം മനസ്സിലാക്കിയത് കൊണ്ടോ അല്ലെങ്കിൽ ഉണ്ണി ശിവപാൽ തെറ്റുകാരനാണ് എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടോ അല്ല, കുക്കു പരമേശ്വർ എന്നുള്ള സെക്രട്ടറിക്ക് എതിരായിട്ടാണ് ടിനി ടോം പ്രവർത്തിക്കുള്ളൂ. അതുകൊണ്ട് ചിലപ്പോൾ അതുല്യക്ക് സപ്പോർട്ടായിട്ട് ടിനി ടോം വന്നേനെ. എനിക്ക് മനസ്സിലാവുന്നില്ല നീനാക്കുറുപ്പേ, നിങ്ങൾ ഈ പെൺകുട്ടിയുടെ ബുദ്ധിമുട്ടുകളെയും അല്ലെങ്കിൽ വിഷമങ്ങളെയും വളരെ പുച്ഛത്തോടെ തള്ളിക്കളയാൻ ശ്രമിക്കുകയാണോ? അതോ അതിനെ ഇങ്ങനെ പച്ചയ്ക്ക് അവജ്ഞത കാണിക്കുകയാണോ? അതോ നിങ്ങൾക്ക് ഇതിലൊന്നും താല്പര്യമില്ല, പക്ഷെ പുറത്തു പോയി ഞങ്ങളുടെ സംഘടനയെ നാറ്റിക്കരുത്, അതുകൊണ്ട് മാത്രം നിന്നോട് ഞാനിപ്പോ സംസാരിക്കുന്നു എന്നുള്ള മെസ്സേജ് ആണോ കൊടുക്കാൻ ശ്രമിക്കുന്നത്? എനിക്കറിയില്ല. കുക്കുവിനോട് വെറുപ്പുള്ളത് കൊണ്ടും കുക്കുവിനോട് എതിർപ്പുള്ളത് കൊണ്ടും ടിനി ടോം അതുല്യക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്യൂ എന്ന് പറയുന്നു. അപ്പോൾ പ്രശ്നത്തിനല്ല ഇവിടെ പരിഹാരം കാണാൻ ഇവർ ശ്രമിക്കുന്നത്. വ്യക്തികൾ തമ്മിലുള്ള വാക്കുതർക്കങ്ങളും വ്യക്തികൾ തമ്മിലുള്ള ഗ്രൂപ്പ് പൊളിറ്റിക്സും എവിടെ നടക്കുന്നോ, ഒരാൾക്കെതിരെ ഒരു ആരോപണം വന്നാൽ എതിർ കക്ഷികൾ ഇവരുടെ കൂടെ നിൽക്കും. അല്ലാതെ പ്രശ്നത്തിന്റെ പരിഹാരം കാണാനോ പ്രശ്നത്തിന്റെ ആഴം മനസ്സിലാക്കാനോ പ്രശ്നത്തിലെ പ്രതി ആരാണോ അവരെ ശിക്ഷിക്കാനോ ഒന്നും ഇവർക്ക് യാതൊരുവിധ ഇൻട്രസ്റ്റും ഇല്ല. ഇതിന്റെ ഉള്ളിലെ ഗ്രൂപ്പ് പൊളിറ്റിക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. അവർക്ക് ഒരു രസം മാത്രം തന്നെ. ആ നിമിഷം അതിനെ പറ്റിട്ട് ഒരു മീറ്റിംഗ്, അതിന് എത്രയും പെട്ടെന്ന് ഒരു മീറ്റിംഗ് വന്നേനെ. പക്ഷെ അത് ഇടാതെ മോള് ഈ ഇമെയിൽ മാത്രം ഇട്ടപ്പോൾ ഇമെയിൽ വായിക്കുന്നവർക്ക് മാത്രമല്ലേ അത് കിട്ടിയിട്ടുള്ളൂ. വേറെ ആരെങ്കിലും അറിഞ്ഞോ അത്? നമ്മുടെ ഉദ്ദേശം എന്തായിരുന്നു? യു ഷുഡ് ബി ദേർ. ജോലിക്കെടുക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ അകത്ത് നിൽക്കുമ്പോ ഇവരോട് പോലും, ഇപ്പൊ നിങ്ങളൊക്കെ വരുന്നത് പോകുന്നത് ഉൾപ്പെടെ എല്ലാ ഡീറ്റെയിൽസ് നിങ്ങളൊക്കെ എന്ത് സംസാരിച്ചു എന്നുള്ളത് വരെ ഇവരെ ഇൻഫോം ചെയ്യണമെന്നാണ് എനിക്ക് ഇവർ തന്നിരിക്കുന്ന നിർദ്ദേശം. ആ നിൽക്കുന്ന സാധനം ഞാൻ അവിടെ നിൽക്കുന്നത് വരെ ഞാൻ വയലേറ്റ് ചെയ്തിട്ടില്ല. അത്യാവശ്യം അറിയേണ്ടാത്ത കാര്യങ്ങളൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടുമില്ല. ഈവൻ എനിക്കുണ്ടായ അനുഭവങ്ങളിൽ പലതും പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോ ഞാൻ അവിടെ ഇല്ലല്ലോ. എന്റെ പൊന്നു നീനാക്കുറുപ്പേ, നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനും വെള്ള പൂശാനും ശ്രമിക്കുന്ന കുക്കു പരമേശ്വരൻ പോലും അടിയിൽക്കൂടെ നിങ്ങളുടെ പാലം വലിച്ചിട്ടിരിക്കുകയാണ്. നിങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ അവിടെ എന്ത് വന്നാലും വന്ന് എന്ത് തമ്മിൽ സംസാരിച്ചു എന്നും എന്ത് തീരുമാനം എടുത്തു എന്ന് പോലും അവിടെ നിൽക്കുന്ന കുട്ടീനെ, അതായത് അതുല്യനെ കൊണ്ട് സ്പൈ വർക്ക് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് കുക്കു പരമേശ്വരൻ അല്ലെങ്കിൽ ഉണ്ണി ശിവപാൽ. അവർക്കൊക്കെ വേണ്ടി താൻ എന്തിനാണ് തന്റെ മുഖം ഇങ്ങനെ വികൃതമാക്കുന്നത്, അല്ലെങ്കിൽ സ്വന്തം മുഖത്തിന് മങ്ങലേക്കുന്ന, സ്വന്തം വ്യക്തിത്വത്തിന് മങ്ങലേക്കുന്ന ഇമാതിരിയുള്ള വൃത്തികെട്ട പരിപാടികളും കോൺവെർസേഷൻസും ഫോൺ വിളികളും ഒക്കെ നടത്താൻ എന്തിനാണ് നിങ്ങൾ തുനിയുന്നത്? നിങ്ങളെ ആരാണ് ഇതൊക്കെ ഏൽപ്പിച്ചേക്കുന്നത്? അപ്പോഴും ഇപ്പൊ നോക്കിയേ, നാളെ ഒരു കമ്പനിയിൽ മോള് ജോയിൻ ചെയ്യുമ്പോൾ, അതുല്യ ജോയിൻ ചെയ്യുമ്പോൾ ആ കമ്പനിയിലെ സീക്രട്സ് അവർ അതുല്യനെ അതിലോട് പറയാൻ മടിക്കും. കാരണം നാളെ ഈ കമ്പനി പുറത്തു പോയി കഴിഞ്ഞാല് ഇവിടുത്തെ കാര്യങ്ങൾ പുറത്തു പറയും എന്ന് പറഞ്ഞിട്ട് അതാ ഞാൻ പറഞ്ഞത്.
പുറത്തല്ലായിരുന്നു പറയേണ്ടത്, ഇതിന്റെ ഉള്ളിലായിരുന്നു അത് തീർക്കേണ്ടത്. അതുല്യ എന്താ പറയുന്നത് മനസ്സിലാക്കാത്തത്? ഒന്നുമില്ലെങ്കിൽ എനിക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? എന്ത് തരത്തിലുള്ള എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടാണ് താങ്കൾ സംസാരിക്കുന്നത്? ഞാൻ മനസ്സിലാക്കിയിടത്തോളം സിനിമയിൽ അഭിനയിച്ച അത്ര വലിയ എക്സ്പീരിയൻസ് ഒന്നും താങ്കൾക്കില്ല. മറ്റേതെങ്കിലും ഒരു ഫീൽഡിൽ തിളങ്ങിയതായിട്ടും തിളക്കമാർന്ന വിജയം കൈവരിച്ചതായിട്ടും എന്റെ അറിവിലില്ല. പിന്നെ എത്ര വർഷത്തെ എക്സ്പീരിയൻസ്, എന്തിലുള്ള എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടാണ് മിസ് നീന കുറുപ്പ് സംസാരിക്കുന്നതെന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. അവരോട് പറയാണ്, മറ്റൊരു കമ്പനിയിൽ അതുല്യ ചെന്നാൽ അവിടുത്തെ സീക്രട്ടുകൾ ഒന്നും അതുല്യോട് ഷെയർ ചെയ്യില്ല. കാരണം നാളെ ആ കമ്പനിയുടെ പുറത്ത് വന്നിട്ട് ഈ സീക്രട്ടുകളൊക്കെ അതുല്യ നാട്ടുകാരോട് വിളിച്ചു പറയുന്ന. ഇമാതിരിയുള്ള വൃത്തികേടുകൾ നടക്കുന്ന അമ്മ അസോസിയേഷനെ പോലെയുള്ള മറ്റൊരു കമ്പനിയിലേക്ക് ഇനി അതുല്യ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പോയാലല്ലേ താൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ പറഞ്ഞ സീക്രട്ടുകളൊക്കെ ഒളിപ്പിച്ചു വെക്കേണ്ട കാര്യമുള്ളൂ. ബാക്കിയുള്ള ഒരു കോർപ്പറേറ്റ് കമ്പനികളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്ഥാപനത്തിലോ ഒന്നും ഇമാതിരിയുള്ള വൃത്തികേടുകളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ടോപ്പ് സീക്രട്സോ ഒന്നും നടക്കുന്നില്ല. ഈ സെലിബ്രിറ്റീസിന്റെ ഇടയിലാണ് ഇങ്ങനെ ഒളിച്ചു വെക്കേണ്ട, ഹൈഡ് ചെയ്യേണ്ട സീക്രട്ടുകളൊക്കെ ഉള്ളൂ. അതുകൊണ്ട് അതൊന്നും പറഞ്ഞ് പേടിപ്പിക്കല്ലേ. പിന്നെ പറയാണ്, അതുകൊണ്ടാണ് മോളെ ഞാൻ പറഞ്ഞത് ഇതൊന്നും പുറത്തു പോയി പറയേണ്ട കാര്യങ്ങളല്ല. നാണക്കേടാ, ഇതൊക്കെ നാട്ടുകാരെ അറിയിക്കല്ലേ. നമ്മള് സ്ത്രീകൾ വേണം ഇതൊക്കെ ശ്രദ്ധിക്കാൻ. നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ 4 ചുവരിനുള്ളിൽ കരഞ്ഞ് തീർത്ത് നിലവിളിച്ച് ചങ്കത്തടിച്ച് ഒടുങ്ങേണ്ടത് നമ്മളാണ്. ആണുങ്ങളെ ഇതിലോട്ട് വലിച്ചടക്കല്ലേ. പുരുഷന്മാരുടെ വൃത്തികേടുകളും പുരുഷന്മാരുടെ കുൽസിതങ്ങളും പുരുഷന്മാരുടെ കാമഭ്രാന്തുകളും ഒക്കെ നമ്മൾ വേണം സഹിക്കാൻ. പുറത്ത് പറയല്ലേ. ഇതാ പൊന്നോ, ഒരു സ്ത്രീ തന്നെയാണ് ഒരു സ്ത്രീക്ക് പാര എന്ന് പറയുന്നത് പിന്നെയും പിന്നെയും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാലത്തിലും വന്ന് ഇത്രയും ടെക്നോളജി ഡെവലപ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലും വന്ന് കോൾ റെക്കോർഡ് ആവുമെന്ന് ഉറപ്പുണ്ടായിട്ടും വന്നിട്ട് ഇമാതിരിയുള്ള വിഡ്ഢിത്തരങ്ങളും പൊട്ടത്തരങ്ങളും പോടത്തരങ്ങളും വിളിച്ചു പറയാൻ കാണിക്കുന്ന നീന കുറുപ്പിന്റെ ഒരു മനസ്സ്. എന്തുകൊണ്ടാണ് ആ പെണ്ണ് എന്നെ തെറി വിളിച്ചിട്ട് ഞാനിത് പുറത്ത് പറയാഞ്ഞത്? കാരണം ഇതിനകത്ത് തീർത്തില്ലെങ്കിലാണ് നമ്മൾ പുറത്ത് പോകേണ്ടത്. അപ്പൊ നമുക്ക് പറയാൻ ന്യായമുണ്ട്. ഈ ലക്ഷ്മിപ്രിയ ആയിട്ടുള്ള നീന കുറുപ്പിന്റെ ഒരു പ്രശ്നം നേരത്തെ കിടന്നൊന്ന് കത്തിയായിരുന്നു. അവരുടെ എന്തോ ഈഗോ ഹേർട്ടായ കാര്യം. അതിനകത്ത് നീന കുറുപ്പിനെ പച്ചയ്ക്ക് പ്രാകുന്ന, പച്ചയ്ക്ക് തെറി വിളിക്കുന്ന ലക്ഷ്മിപ്രിയയുടെ വോയിസ് നമുക്ക് കേൾക്കാം. അത് പിന്നെ ഇവര് അകത്ത് തന്നെ വെച്ച് പ്രശ്നം പരിഹരിച്ചു കേട്ടോ. നാട്ടുകാരും അറിഞ്ഞതേയില്ല. നാട്ടുകാരും ആ വോയിസ് നോട്ട് കേട്ടതേയില്ല. അതുകൊണ്ട് പിന്നെ ഇത് ഇവിടെ പറഞ്ഞാൽ ആപ്ലിക്കബിൾ ആണ്. നീന കുറുപ്പും ലക്ഷ്മിപ്രിയയും തമ്മിലുള്ള പ്രശ്നം അവർ അകത്ത് വെച്ച് തന്നെ തീർത്തു. നാട്ടുകാരും അറിഞ്ഞിട്ടേ ഇല്ല. നിങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ അല്ലെ? ഞാനൊന്നും അറിഞ്ഞിട്ടേ ഇല്ല. എന്തിനു വേണ്ടിയിട്ടാണ് അവർ വഴക്കുണ്ടാക്കിയത്, ഏത് രീതിയിലുള്ള വൃത്തികെട്ട പദപ്രയോഗങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിച്ചത്, അതൊന്നും നമ്മൾ കേട്ടിട്ടേ ഇല്ല. ഞാൻ ശ്രമിച്ചു. ഞാൻ ഓരോരുത്തർക്കും, അവർ ഓരോ മെമ്പേഴ്സിനും ഞാൻ മെസ്സേജ് അയച്ചു. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അയച്ചു കൊടുത്തു. അവർ മൈൻഡ് ചെയ്തില്ല. ഞാൻ മെമ്പേഴ്സിന് അയച്ചു കൊടുത്തു. മെമ്പേഴ്സ് മൈൻഡ് ചെയ്തില്ല. എനിക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ പുറത്ത് പറയേണ്ടി വന്നതെന്ന് പറയാം. ഇതിപ്പം എന്ത് പറ്റി? ഞങ്ങൾ അവിടുത്തെ കാര്യങ്ങൾ 95,000 ഇതിന് വേണ്ടിയിട്ടായി, ഇത്രയ്ക്കും രൂപയായി ഡിസിപ്ലിനറി കമ്മിറ്റി. ഇതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള സീക്രട്സ് ആണ്. ഇത് എങ്ങനെ അതുല്യ അറിഞ്ഞാലും അത് പുറത്ത് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി പോളിസി. ഞാൻ ഈ വിവരം എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിന് അയച്ചു കൊടുത്ത ശേഷമാണ് ഇത് ലീക്ക് ആയിട്ടുള്ളത്. അതെന്തായാലും എന്റെ ഫോണിൽ നല്ലെന്നുള്ളത് ഫോൺ പരിശോധിച്ചോട്ടെ. മോളെ ഇത് ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞത് മോള് സംസാരിക്കാൻ പാടില്ലായിരുന്നു എന്ന് ഞാൻ പറയുന്നത് ഇപ്പോഴും മനസ്സിലാവണില്ല. സ്ത്രീകൾ സംസാരിക്കാൻ പാടില്ലായിരുന്നു, അതായത് അതുല്യ അല്ല ഇവിടെ തെറ്റ് ചെയ്തെന്ന് അതുല്യ പറയുന്നുണ്ട്. അതുല്യ വ്യക്തിപരമായ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഓഫീസിൽ നടന്നൊരു പർട്ടിക്കുലർ കാര്യത്തെ കുറിച്ച് അവിടെയുള്ള സെക്രട്ടറിക്ക് അയച്ചു കൊടുത്തു, അല്ലെങ്കിൽ മറ്റൊരു തലപ്പത്തിരിക്കുന്ന ആൾക്ക് അയച്ചു കൊടുത്തപ്പോൾ അവരുടെ ഫോണിൽ നിന്നാണ് അത് ലീക്ക് അയക്കുന്നത്. അതുല്യ അല്ല അത് ലീക്ക് ചെയ്തെന്ന് പറയുന്നു. പക്ഷെ എന്നാലും അതുല്യ സംസാരിക്കാൻ പാടില്ലായിരുന്നു. ഒരു പെണ്ണായിരിക്കെ, ഒരു സ്ത്രീ ആയിരിക്കെ അതുല്യ അവിടെ മൗനം പാലിക്കണമായിരുന്നു. ആള് വിളിച്ചപ്പോൾ അത് അസോസിയേഷന്റെ കാര്യമാണ്, ഞാൻ ഇപ്പൊ അവിടുന്ന് വിട്ടിട്ടേ ഉള്ളൂ, എനിക്ക് അവരോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിന് എന്തെങ്കിലും ഉത്തരം എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാം എന്ന് പറയേണ്ടതല്ലായിരുന്നോ മോളെ? അതല്ലേ ചെയ്യേണ്ടത്? അതിന് ആർഗ്യൂ ചെയ്യാതെ അതാണ് ചെയ്യേണ്ടിരുന്നത്. അത് ചെയ്തിരുന്നെങ്കിൽ നാളെ ശ്വേതയ്ക്ക് അവിടെ നിന്നിട്ട് ഫൈറ്റ് ചെയ്തിട്ട് അതുല്യനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നത്. ഞാനൊക്കെ അതിന് സപ്പോർട്ട് നിന്നേനെ. കാരണം അതുല്യക്ക് അറിയാം, കാരണം എന്റെ കണക്ക്. പക്ഷെ ഇപ്പോ എന്നോട് അവർ മെമ്പേഴ്സ് ചോദിച്ചാല്, നീന പുറത്ത് പറഞ്ഞിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ പുറത്ത് പറഞ്ഞ ഒരാളെ ഞങ്ങൾ എങ്ങനെ തിരിച്ചെടുക്കും? നാളെ നിങ്ങൾ എങ്ങനെ അവരോട് കാര്യങ്ങൾ അറിയിക്കും? ഇവിടുത്തെ ഓരോ ആൾക്കാരുടെയും ഞങ്ങളെ മമ്മൂട്ടിന്റെയും മോഹൻലാലിന്റെ നമ്പേഴ്സ് വരെ അവരുടെ കയ്യിലുള്ളതാണ്. ഇതൊക്കെ ഇവർ നാളെ കൊണ്ടുപോയിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കില്ല എന്ന് നമുക്ക് എന്താണ് അറിയാൻ ചോദിക്കും. എന്റെ വായ പൂട്ടേണ്ടി വരും ഞാൻ.
കാരണം അകത്തുള്ള കാര്യങ്ങൾ ഇപ്പോഴല്ലല്ലോ നിങ്ങൾ വായ പൂട്ടിയിരുന്നത്. ഇതിനു മുമ്പും നീന കുറുപ്പിനോട് ഉണ്ണി ശിവപാലിന്റെ ശല്യത്തെക്കുറിച്ചും വൃത്തികേടുകളെ കുറിച്ചും ഈ പെൺകുട്ടി പറഞ്ഞപ്പോൾ വാ പൂട്ടി തന്നെയല്ലേ മിസ് നീന കുറുപ്പ് ഇരുന്നത്. അന്നേരം പൂട്ടിയ വാ ഇനിയും പൂട്ടി അങ്ങ് ഇരുന്നോട്ടെ. ഇവര് പറയുന്നത് പോലെ അമ്മ അസോസിയേഷനിൽ മാത്രമാണോ അതുലിക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ? നിങ്ങൾ ഒരു ജോലി കൊടുത്തില്ലെങ്കിൽ അവർ അടുത്ത പണിക്ക് പോകും. അതുലിനെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്വേതാ മേനോനും നീന കുറുപ്പും ഒക്കെ ഫൈറ്റ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് നിന്ന് നമ്മുടെ കമ്പനി പോളിസി തെറ്റിച്ച ഒരു കുട്ടിയല്ലേ, അതിനെ എങ്ങനെ ഇനി തിരിച്ചെടുക്കുമെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ വാ പൂട്ടിപ്പോവില്ലേന്ന്. പിന്നെ എന്ന് വെച്ചാൽ നിങ്ങളുടെ അവിടെയുള്ള പണവും മോഷ്ടിച്ച് നിങ്ങളുടെ 4 പേരുടെ മേത്തോട്ട് ചെളിയും വലിച്ചെറിഞ്ഞ് ഇറങ്ങിപ്പോയതൊന്നും അല്ലല്ലോ. നിങ്ങൾ ടെർമിനേറ്റ് ചെയ്തൊരു പെൺകുട്ടിയാണ്. നിങ്ങൾ കാര്യകാരണം വ്യക്തമായി ബോധിപ്പിക്കാതെ, അല്ലെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് യാതൊരു കാരണവുമില്ലാതെ നിങ്ങളുടെ ഉള്ളം കയ്യിൽ കൊണ്ടു നടക്കുന്ന ഉണ്ണി ശിവപാലിന്റെ ഏകാന്തത മാറ്റാൻ ഈ പെൺകുട്ടി സഹകരിക്കാത്തത് കൊണ്ട് ടെർമിനേറ്റ് ചെയ്തതാണ്. അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്ക് ഈ പെൺകുട്ടി ഇനി തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയുള്ളിടത്തോട്ട് ഇനി ഒരു പെൺകുട്ടികളും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ തന്നെ മക്കളെയോ നിങ്ങളുടെ തന്നെ പെങ്ങന്മാരെയോ ആരെങ്കിലും ഒക്കെ കൊണ്ട് നിർത്തുന്നതായിരിക്കും നല്ലത്. അവിടെ ഒരു മാനേജർ പദവി അല്ലെങ്കിൽ മാനേജറിന്റെ ജോലികൾ ചെയ്യുക എന്ന അപ്പുറത്തേക്ക് ഉണ്ണി ശിവപാലിനെ അവിടെ സംരക്ഷിക്കുക, പുള്ളീനെ താലോലിക്കുക, പുള്ളീനെ ഓക്കെ ആക്കി കൊണ്ടുപോവുക, പുള്ളിയുടെ ഏകാന്തത മാറ്റി കൊടുക്കുക എന്നുള്ളതൊക്കെയാണല്ലോ നിങ്ങളുടെ ആവശ്യം. അതിന് പുള്ളിയുടെ തന്നെ ആരെങ്കിലും കൊണ്ട് നിർത്തുന്നതായിരിക്കും നല്ലത്. അല്ല നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ ഇരിക്കുന്നതായിരിക്കും ഇനിയും മാറാതിരിക്കാനുള്ള നിങ്ങളുടെ മുമ്പിലുള്ള ഒരേ ഒരു ഓപ്ഷൻ. പുറത്തു വന്ന് ഈ സത്യങ്ങളൊക്കെ നാട്ടുകാരോട് പറഞ്ഞതിന് അതുല്യയുടെ നേരെ ചാടിക്കയറുന്ന നീന കുറുപ്പ്. മറ്റുള്ള കാര്യങ്ങൾ പുറത്ത് പറയാൻ പറ്റില്ല. മോൾ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ഇവളെ കുക്കുവിനെ കുറിച്ചിട്ടും ഇവളെ ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നത് ഉള്ളിലായിരുന്നു ആദ്യം പറയേണ്ടത് അതുല്യ. എന്റെ പൊന്നു നീന കുറുപ്പേ, ഇത് ഉള്ളിലല്ലേ, തന്നോടല്ലേ ആദ്യം പറഞ്ഞത്? അല്ലെങ്കിൽ ഉണ്ണി ശിവപാലിന്റെ പെരുമാറ്റ വൃത്തികേടുകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് താൻ എന്തോ ചെയ്തു? ഒന്നും ചെയ്തില്ലല്ലോ. താങ്കളൊന്നും ചെയ്തില്ല, കുക്കു പരമേശ്വരൻ ഒന്നും ചെയ്തില്ല, പ്രസിഡന്റായ ശ്വേതാ മേനോൻ ഒന്നും ചെയ്തില്ല. പിന്നെ ഇനി ആരോട് പറഞ്ഞായിരുന്നു? തന്റെയൊക്കെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ആൾക്കാരോട് വരെ വന്ന് കയ്യെ പിടിച്ച് അതിൽ കൺവിൻസ് ചെയ്താൽ മാത്രമാണോ നിങ്ങൾ ഈ കംപ്ലൈന്റ് എടുക്കുകയുള്ളൂ? ഒരാൾ ചെയ്യാവുന്നതിന്റെ ബെസ്റ്റ് ചെയ്തു കഴിഞ്ഞു. അവരുടെ പരാതികൾ അവരുടെ തൊട്ടുമേളിലുള്ള സെക്രട്ടറിനെയും പ്രസിഡന്റിനെയും അറിയിച്ചു കഴിഞ്ഞു. എന്നിട്ട് പോലും ഒരു തീരുമാനം എടുക്കാതെ പകരം ഈ പെൺകുട്ടിനെ ടെർമിനേറ്റ് ചെയ്ത് കളഞ്ഞ മാനേജ്മെന്റിനെയാണ് സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇപ്പോഴും നീന കുറുപ്പ് സംസാരിക്കുന്നത്. വെറുതെ അല്ല അന്ന് നല്ല കണക്കിന് ലക്ഷ്മിപ്രിയയുടെ വായിലിരിക്കുന്ന മുഴുവൻ കിട്ടിയെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. കാരണം ഒരു സ്ത്രീനെ അവളുടെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ അല്ലെങ്കിൽ അവൾക്ക് ഒരു രീതിയിലും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ പോലും അവളെ വിക്റ്റിമാക്കി അവളോട് വിക്റ്റിം കാർഡ് കളിക്കരുത്, അല്ലെങ്കിൽ അവൾ സഹിക്കണം എന്ന് പിന്നെയും പിന്നെയും ആവശ്യപ്പെടുന്ന സ്ത്രീയായ നീന കുറുപ്പിനോട് പുച്ഛം മാത്രമാണ് ഈ സാഹചര്യത്തിൽ രേഖപ്പെടുത്താനുള്ളൂ. അല്ലാതെ നിങ്ങൾ എത്രയൊക്കെ വെള്ളപൂശാൻ ശ്രമിച്ചാലും അമ്മ അസോസിയേഷന്റെ മേലിലുള്ള എന്താ പറയാ ആ ചെളികളും വൃത്തികേടുകളും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഒരുമാതിരി കുറെയൊക്കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോടുകൂടി നാട്ടുകാർക്ക് മനസ്സിലായി. പോകെ ഇപ്പൊ പല പരാതികൾ മുമ്പോട്ട് വരുമ്പോൾ മൊത്തത്തിൽ നാട്ടുകാർക്ക് മനസ്സിലാവുന്നു. ഈ സിനിമയിൽ കാണുന്ന പ്രൗഢിയും പത്രാസും ഒക്കെ ഉള്ളൂ, ഇതിനകത്ത് കടന്ന് കാണിക്കുന്നതൊക്കെ വെറും വൃത്തികേടുകളാണ് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. ഞാൻ സംസാരിച്ചതും ഞാൻ പങ്കുവച്ചതും എന്റെ മാത്രം അഭിപ്രായങ്ങളും എന്റെ മാത്രം കാഴ്ചപ്പാടുകളുമാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും പങ്കുവെക്കാം നമ്മുടെ കമന്റ് സെക്ഷൻ. ബൈ.